ഒരു വിവാഹാഘോഷം നടക്കുകയായിരുന്നു. നവദമ്പതികൾക്ക് ആശംസകൾ നേരുവാനായി ഒരു യഹൂദ റബിയെയാണ് വേദിയിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം മുന്നോട്ട് വന്നു. മനോഹരമായി അലങ്കരിച്ചിരുന്ന ആ മണിക്കോലത്തിന് സമീപത്ത് വന്നു നിന്നു. പല നിലകളുള്ള കേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അത് വച്ചിരുന്ന ആ ടീപ്പോയുടെ തൊട്ടടുത്തായി കുറേയധികം ചുവന്ന റോസാപ്പൂക്കൾ വച്ച ഒരു പളുങ്ക് ഫ്ലവർ വേസ് വാസ് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ആ പളുങ്കുപാത്രം കൈകളിലേക്കെടുത്ത് അതിലെ റോസാ പുഷ്പങ്ങൾ സാവധാനമെടുത്ത് ആ ടീപ്പോയിൽ തന്നെ വച്ചു. എന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന വിധത്തിൽ ഈ പളുങ്കുപാത്രം ഉയർത്തി ഇങ്ങനെ കാണിച്ചു. അതിസുന്ദരമായ ഒത്തിരിയധികം മിനുക്കുകളുള്ള കട്ടുകളുള്ള ഒരു പളുങ്കുപാത്രം. അത് അവിടെ ഉണ്ടായിരുന്ന ആലക്തിക ദീപങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വച്ച് പിടിച്ചപ്പോൾ അതിൽ നിന്നും സപ്തവർണ്ണങ്ങൾ പ്രതിഫലിക്കുവാൻ തുടങ്ങി. അത്ര സുന്ദരമായ സുതാര്യമായ മനോഹരമായ ഈ പളുങ്കുപാത്രം, ഈ ഫ്ലവർ വേസ് അദ്ദേഹം ഉയർത്തി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കുടുംബവും ഈ പളുങ്കുപാത്രം പോലെയാണ്. അതെത്രയോ സുന്ദരമാണ്, മനോഹരമാണ്. അതിൽ നിന്ന് സപ്തവർണ്ണങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. പക്ഷേ ഈ കുടുംബം, ഈ പളുങ്കുപാത്രം പോലുള്ള ഓരോ ഭവനവും അതീവ സുരക്ഷിതമായി കരുതലോടുകൂടെ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ പെട്ടെന്ന് ആ പളുങ്കുപാത്രം ആ നിലത്തേക്ക് ഇട്ടു. അത് ചിന്നിച്ചിതറി കഷ്ണം കഷ്ണമായി പൊട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഇതുതന്നെയാണ് ഒരു കുടുംബവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ, കരുതലോടെ സൂക്ഷിച്ചില്ലെങ്കിൽ ഏതൊരു കുടുംബവും ചിന്നിച്ചിതറി ഭിന്നമായി പോകുവാൻ നിമിഷങ്ങൾ മതി. ശരിയല്ലേ? പല കുടുംബങ്ങളും ചെറിയ ഒരശ്രദ്ധ, ചെറിയ ഒരു പടലപ്പിണക്കം, അതിൽ നിന്ന് ആരംഭിക്കുന്ന ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികളായി, വലിയ പ്രശ്നങ്ങളായി, പ്രക്ഷുബ്ധമായ അവസ്ഥകളിലായി മാറിക്കൊണ്ട് ആ കുടുംബങ്ങളുടെ തകർച്ചയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ മീഡിയയുടെ അതിപ്രസരം, പുതിയ ചിന്താഗതികളുടെ ആവിർഭാവം, സ്വാർത്ഥതയുടെ, ധനമോഹത്തിൻ്റെ ഒക്കെ ആവിർഭാവം വഴി പല കുടുംബങ്ങളുടെയും സുസ്ഥിതി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2 സിനഡുകൾ വിളിച്ചു ചേർത്തത്. ആധുനിക കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളിയും അതിനുവേണ്ടിയുള്ള പ്രതിവിധിയുമാണ് ഈ സിനഡിൻ്റെ വിഷയമായി കുടുംബങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആഗോള സഭയോട് തന്നെ ചർച്ച ചെയ്യുവാൻ ആവശ്യപ്പെട്ടത്. ഈ ചർച്ചയുടെയും വിചിന്തനങ്ങളുടെയുമെല്ലാം പരിണിത ഫലമായി വളരെ സുന്ദരമായ ഒരു പ്രബോധന രേഖ, പോസ്റ്റ് സിനഡൽ അപ്പോസ്റ്റലിക് എക്സോർട്ടേഷൻ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 2016 മാർച്ച് മാസം 19 ഒപ്പുവെച്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമോരിസ് ലെറ്റീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം. ഓരോ കുടുംബത്തിലും അനുഭവിക്കേണ്ടത്, ഓരോ കുടുംബവും സമൂഹത്തിൽ പ്രതിഫലിക്കേണ്ടത് ഇതാണ് അമോരിസ് ലെറ്റീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം. 9 അധ്യായങ്ങളിലായി 325
ഖണ്ഡികകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ പ്രബോധന രേഖ ഓരോ കുടുംബത്തിൻ്റെയും ആധ്യാത്മിക വായനയ്ക്ക് ഉപയുക്തമാക്കേണ്ടതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുന്നതാണ്, ഇത് ഒറ്റയടിക്ക് വായിച്ച് പോകേണ്ട ഒരു പുസ്തകമല്ല. സാവധാനം വായിച്ച് വിചിന്തനം ചെയ്ത് ധ്യാനിച്ച് പഠന വിഷയമാക്കി മാറ്റേണ്ട ഒരു പ്രബോധന രേഖയാണ് ഇത്. പ്രത്യേകിച്ച് മാർച്ച് 19 ഇത് ഒപ്പുവെച്ച് ഇറക്കിയതിൽ തന്നെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ കാവലാളായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനമാണ്. ഈ അമോരിസ് ലെറ്റീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം, എല്ലാ കുടുംബങ്ങൾക്കും ഈ സന്തോഷത്തിൻ്റെ അനുഭവമുണ്ടാകുവാൻ വിചിന്തനത്തിനായി ഫ്രാൻസിസ് പാപ്പ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യ വാക്യം തന്നെ ശ്രദ്ധേയമാണ്. ദ ജോയ് ഓഫ് ലവ് എക്സ്പീരിയൻസ്ഡ് ബൈ ഫാമിലീസ് ഈസ് ഓൾസോ ദ ജോയ് ഓഫ് ദ ചർച്ച്. സഭയുടെ സന്തോഷം ഓരോ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന നിലനിൽക്കുന്ന സന്തോഷമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. ഈ ഒരു സന്തോഷത്തിൻ്റെ അനുരണനം സമൂഹത്തിലെല്ലാം വ്യാപരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. The desire to marry and form a family remains vibrant, especially among young people, and this is an inspiration to the church. സഭയ്ക്ക് പ്രചോദനമാണ് ഒരു കുടുംബം സൃഷ്ടിക്കുവാൻ, രൂപീകരിക്കുവാൻ ഉള്ള ആന്തരികമായ അഭിവാഞ്ച, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ കുടികൊള്ളുന്ന ആ അഭിവാഞ്ച. ഈ പ്രബോധന രേഖയുടെ ആദ്യ അധ്യായം തുടങ്ങുന്നത് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് എന്നാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിചിന്തനം ആരംഭിക്കുകയാണ്. ബൈബിളിലുടനീളം ഈ 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങുന്ന വാക്യത്തിൽ തന്നെ പറയുന്നതാണ്, ബൈബിളിലുടനീളം നമുക്ക് കുടുംബങ്ങളെ പറ്റിയുള്ള കഥകളും അതിൻ്റെ സന്തോഷവും അതിലുള്ള സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ വിവരണമാണ് ബൈബിളിലുടനീളം കാണുക എന്ന് അതിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ പ്രഥമ വരിയിൽ 8-ാമത്തെ ഖണ്ഡികയിൽ വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആദത്തിൻ്റെയും ഹവയുടെയും ആ കുടുംബജീവിതം തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ വിവരിക്കുന്നു. അങ്ങനെ ബൈബിൾ തുടങ്ങുന്നതും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഖണ്ഡികയിൽ പറയുന്നതാണ്, ബൈബിൾ തുടങ്ങുന്നതും ബൈബിൾ അവസാനിക്കുന്നത്, പ്രത്യേകിച്ച് അവസാനത്തെ പുസ്തകത്തിൽ റെവലേഷനിൽ 21:2-9 വിവരിക്കുന്നത് പോലെ കുഞ്ഞാടിൻ്റെ വിവാഹ ഉത്സവത്തിനെ പറ്റിയുള്ള ആ വിവരണം കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ബൈബിളുടനീളം അതിനാദ്യവും അവസാനവും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിവാഹാഘോഷത്തിൻ്റെ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള വിവരണമാണ് കൊടുക്കുക. അദ്ദേഹം പ്രസിദ്ധനായ ഒരു സ്പാനിഷ് കവി ഹോർഗെ ലൂയിസ് ബോർഗസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക, എവരി ഹോം ഈസ് എ ലാമ്പ് സ്റ്റാൻഡ് എന്നാണ്. ഓരോ കുടുംബവും ഒരു വിളക്കുപീഠമാണ്. ആ വിളക്കുപീഠത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രകാശം, സാന്ത്വനത്തിൻ്റെ സാന്നിധ്യം സമൂഹത്തിൽ മുഴുവൻ കടന്നു ചെല്ലണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കവിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക. അങ്ങനെ ബൈബിളിലെ വിവിധ വിവരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് 128-ാം സങ്കീർത്തനം വിവരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയെപ്പറ്റി, ദൈവം നൽകുന്ന കാവലിനെപ്പറ്റി ഒക്കെ വിവരിക്കുന്നുണ്ട്. 128-ാം സങ്കീർത്തനം ഇപ്രകാരമാണ് പറയുക, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകളും പോലെയും. എത്രയോ മനോഹരമായ ഈ സങ്കീർത്തന വിവരണം. നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ
മുന്തിരിവള്ളി പോലെയായിരിക്കും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. അങ്ങനെ ശാലീന സുന്ദരമായ ഹരിതാഭമായ ഒരു ചിത്രമാണ് ഒരു കുടുംബത്തെപ്പറ്റി 128 സങ്കീർത്തനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജെറൂസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. എന്നും ദൈവഭക്തന് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഒരു സമാധാനവും സന്തോഷവും കളിയാടുന്ന ഒരു കുടുംബം, എന്നും അനുഗ്രഹവും കൃപാവരവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം. കർത്താവിൻ്റെ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ ഒരു കൃപയാണ് ഒരു നല്ല കുടുംബാന്തരീക്ഷം, കുടുംബ ജീവിതം. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അടുത്ത ഖണ്ഡികയിൽ 127 സങ്കീർത്തനവും ഉദ്ധരിച്ച് പറയുന്നുണ്ട്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വിഫലം. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ ഭദ്രത, അവിടെയുള്ള സന്തോഷം ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കൃപാവരവുമാണ്. അങ്ങനെയാണ് ഈ ആദ്യത്തെ അധ്യായത്തിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങളെപ്പറ്റി വിവരിക്കുക. 11 ഖണ്ഡികയിൽ ദ കപ്പിൾ ദാറ്റ് ലവ്സ് ആൻഡ് ബിഗറ്റ്സ് ലൈഫ് ഈസ് എ ട്രൂ ലിവിങ് ഐക്കൺ കേപ്പബിൾ ഓഫ് റിവീലിംഗ് ഗോഡ് ദ ക്രിയേറ്റർ ആൻഡ് സേവിയർ. രക്ഷകനും സൃഷ്ടാവുമായി ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിക്കുന്ന അടയാളമാണ്, ഐക്കണാണ് ഒരു കുടുംബം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, പ്രതിഫലനമാണ് ഓരോ കുടുംബവും എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിൽ വ്യക്തമാക്കുന്നു. 11 ഖണ്ഡികയിൽ തന്നെ വിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: അവർ ഗോഡ് ഇൻ ഹിസ് ഡീപ്പസ്റ്റ് മിസ്റ്ററി ഈസ് നോട്ട് സോളിറ്റ്യൂഡ് but a family, for he has within himself fatherhood, sonship and essence of the family, which is love. നാം വിശ്വസിക്കുന്ന, നാം അടിയുറച്ച് ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ ചിത്രം തന്നെ, ഭാവവും രൂപവും തന്നെ ഒരു കുടുംബത്തിൻ്റെ പ്രതിഫലനമാണ്. അവിടെ ഫാദർഹുഡ്, പിതാവായ ദൈവത്തിൻ്റെ പിതൃത്വം, യേശുവിൻ്റെ പുത്രസഹജമായ സ്നേഹം, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ അന്തസത്തയും പ്രത്യേകിച്ച് സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നാം വിശ്വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ ചിത്രം. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹവും പരസ്പര ധാരണയുമൊക്കെയാണ് നമ്മുടെ ഓരോ കുടുംബത്തിലും പ്രതിഫലിക്കേണ്ടത് എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിചിന്തനത്തിലേക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 1 അധ്യായത്തിൽ കൊടുക്കുന്ന ആ സൃഷ്ടിയുടെ വിവരണത്തിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ദൈവം സൃഷ്ടിച്ച ഓരോന്നും നന്നെന്ന് ദൈവം കണ്ടു. ഉൽപ്പത്തി 2:18 മുതൽ 25 മുതലുള്ള വാക്യങ്ങൾ. പക്ഷേ മനുഷ്യ സൃഷ്ടി ചെയ്യുമ്പോൾ പറയുക, ദൈവം അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ്. അങ്ങനെ അവൻ ഇണങ്ങിയ ഒരു ഇണയെ, അവൻ യോജിച്ച ഒരു തുണയെ ദൈവം രൂപപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ ഈ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലും പെട്ടതാണ്. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെപ്പോലുള്ള ഒരു സഹായിയെ ഉണ്ടാക്കാം. സഹായി, ഹീബ്രുവിൽ എസേർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഹായി എന്ന ആ പദത്തിന് ഒരു ഭൃത്യൻ, ദാസ്യവൃത്തി ചെയ്യുന്ന വ്യക്തി എന്നല്ല അർത്ഥം, ഒരു സെർവൻ്റ് എന്നല്ല. പ്രത്യുത എല്ലാവിധത്തിലും തുല്യ പങ്കാളിയായ ഒരു വ്യക്തി. പ്രഭാഷകൻ്റെ പുസ്തകം 36 അധ്യായം 24 വാക്യത്തിൽ നാം കാണുക,
നല്ല ഭാര്യ ഭർത്താവിൻ്റെ അമൂല്യനിധിയും സഹായിയും ആശ്വാസസ്തംഭവുമാണ്. അവിടെ വെച്ചിരിക്കുന്ന ആ സഹായി എന്നുള്ള വാക്ക് എസ്സേർ എന്നാണ്. പങ്കാളി, ജീവിതത്തിന് തുല്യത നൽകുന്ന ഒരു സാന്നിധ്യം. 33 സങ്കീർത്തനം 20 വാക്യത്തിലും ഈ വാക്യം തന്നെയാണ് നാം കാണുക. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുന്ന് നമ്മുടെ പരിചയും സഹായിയുമാണ്. ദൈവം എപ്രകാരം നമ്മുടെ ആശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായി കടന്നു വരുന്നു, അതുപോലെ ഈ ജീവിത പങ്കാളി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സഹായിയായി മാറുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നു ഈ ജീവിത പങ്കാളിയുടെ സ്നേഹമസൃണമായ പെരുമാറ്റവും സാന്നിധ്യവും. സങ്കീർത്തനം 33:20 ഉപയോഗിച്ചിരിക്കുന്ന അവിടുന്ന് നമ്മുടെ പരിചയും സഹായിയുമാണെന്നുള്ള ആ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദവും എസ്സേർ എന്ന് തന്നെയാണ്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുക അവനെപ്പോലെയുള്ള ഒരു സഹായി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യൻ അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള ആശ്വാസത്തിൻ്റെ, സന്തോഷം നൽകുന്നതിൻ്റെ ഒരു സാന്നിധ്യമാണ് എസ്സേർ എന്ന പദം കൊണ്ട് ഉപയോഗിക്കുക. ദൈവം എല്ലാ ജീവജാലങ്ങൾക്കും പേരിടുന്നു. അതിൻ്റെ മേലുള്ള അധികാരമാണ് അവിടെ കാണിക്കുക. അങ്ങനെ ദൈവം ആദത്തിനും അവന് പറ്റിയ ഒരു ഇണയെ സൃഷ്ടിക്കുവാൻ വേണ്ടി അവനെ ഉറക്കത്തിലാഴ്ത്തുന്നു. അതിൻ്റെ വാരിയിൽ നിന്ന് ഒരു ഇണയെ സൃഷ്ടിക്കുന്നു. അവൻ ഈ പ്രഥമ സമാഗമ മുഹൂർത്തത്തിൽ ആദ്യമായി തൻ്റെ ഇണയെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഉരുത്തിരുന്ന ആദ്യത്തെ പ്രേമകാവ്യം നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. എത്രയോ സുന്ദരമായ ഒരു കാവ്യം. തൻ്റെ തന്നെ പ്രതിഫലനം പുരുഷൻ അവളിൽ കാണുകയാണ്. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അങ്ങനെ തൻ്റെ പൂർണ്ണത അവളിൽ ദർശിക്കുകയാണ്. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണെന്ന് പറയുമ്പോൾ നീ ഞാനാണ്, ഞാൻ നീയാണ്, എൻ്റെ ജീവിതത്തിൽ അർത്ഥം നൽകുന്ന സാന്നിധ്യമാണ് നിൻ്റേത് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കുക. ഒരു ഭാര്യയുടെ സാന്നിധ്യം കൊണ്ട്, സാമീപ്യം കൊണ്ട് ഭർത്താവിന് മനസ്സിലാകണം അവൾ എൻ്റെ പൂർണ്ണതയാണെന്ന്. ഇതേപോലെ തന്നെ ഭാര്യയും ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവൾ മനസ്സിലാക്കണം ഇവൻ്റെ സ്നേഹ സാന്നിധ്യം, സാമീപ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ആ പൂർണ്ണതയാണെന്ന് ഉള്ള ആ കാര്യം. അങ്ങനെ ദൈവം നൽകിയ ആ ഇണ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ഒരു ശരീരമായി തീരുന്നു. ജീവിതത്തിലെ പല ബന്ധങ്ങളേക്കാൾ ഏറ്റവും സുനിശ്ചിതമായ അനുഗ്രഹപ്രദമായ ഒരു ബന്ധത്തിലേക്ക് അവർ കടന്നു വരുന്നു. ക്രിസ്തുവും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:23 ക്രിസ്തുവും സഭയും ഒന്നായിരിക്കുന്നത് പോലെ, ശിരസ്സും ശരീരവും ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒരു ശരീരമായി മാറുന്നു. അത്രയും അഭേദ്യമായ ഒരു ബന്ധമാണ് ഈ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ കൗദാശിക ജീവിതം വഴി ഒന്നു ചേരുന്നത്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു വിചിന്തനം നൽകുക. ഓരോ ക്രൈസ്തവ കുടുംബത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ ആ ത്രിത്വത്തിൻ്റെ മാതൃകയിലാണ്. ഓരോ ദാമ്പത്യ ബന്ധവും ഈ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ, അഭീഷ്ടത്തിൻ്റെ പൂർത്തീകരണവും ആയിട്ട് വിവരിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ കുടുംബവും. ആ കുടുംബത്തിൽ പരസ്പര ധാരണയും സ്നേഹവും കൂട്ടായ്മയും എന്ന് നിലനിൽക്കണം. ഏതൊരു സാഹചര്യം വന്നാലും അപ്രകാരമുള്ള ഒരു ഐക്യത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണം എന്ന് വ്യക്തമാക്കുന്നു. ഇതിൻ്റെ തന്നെ 5-ാമത്തെ അധ്യായം വിവരിക്കുക ഓരോ കുടുംബ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കേണ്ട സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നുള്ള ആ സ്നേഹത്തിൻ്റെ അതിസുന്ദരമായ ആ കാവ്യത്തിൻ്റെ ഒരു വിവരണമാണ്. സ്നേഹമാണ് സർവോത്കൃഷ്ടം.
ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹം ഇല്ലെങ്കിൽ ഒന്നുമല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രബോധന രേഖയുടെ അമോരിസ് ലെറ്റീഷ്യയുടെ ഈ 5-ാം അധ്യായത്തിൽ ഇതിലെ ഈ സ്നേഹത്തിൻ്റെ കാവ്യത്തിൻ്റെ ഓരോ വരിയും എടുത്ത് കൂടുതൽ വിവരിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്നേഹം ദീർഘക്ഷമയും ദയുള്ളതുമാകുന്നു. എന്താണ് ഈ ദീർഘക്ഷമ? അങ്ങനെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ ക്ഷമിക്കുവാൻ, പൊറുക്കുവാനുള്ള ആ ഒരു കടപ്പാട് എന്നും ദയാവായ്പോടുകൂടെ കാരുണ്യത്തോടുകൂടെ വ്യാപരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ ഒക്കെ നൽകുകയാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. എന്തുകൊണ്ട് സമൂഹത്തിൽ അസൂയപ്പെടുന്നു, അസൂയ കടന്നു വരുന്നു, എന്തുകൊണ്ട് എപ്രകാരം നമുക്ക് ഈ അസൂയയിൽ നിന്നും മോചിതരാകുവാൻ സാധിക്കും എന്നെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രബോധനത്തിൽ കൂടുതൽ വിചിന്തനം നടത്തുന്നുണ്ട്. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ സ്വാർത്ഥത, അവയെല്ലാം വെടിഞ്ഞുകൊണ്ട് എപ്രകാരം ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള ഈ പ്രലോഭനങ്ങൾ, ഈ പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും വിമോചിതരായി സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ പ്രത്യേകമായി നമ്മെ ഓർപ്പിക്കുകയാണ് ഈ പ്രബോധന രേഖയിൽ ഉടനീളം. എത്രയോ കുടുംബങ്ങളാണ് പ്രശ്നത്തിൽ കഴിഞ്ഞുകൊണ്ട് കടന്നു വരിക. കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥ എന്നോട് വന്ന് പങ്കിച്ചത് 16 വർഷങ്ങൾക്ക് ശേഷം കുടുംബനാഥൻ മക്കളെയും ഭാര്യയെയും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണ്ട് സ്കൂൾ പഠനകാലത്ത് പരിചയിച്ചിരുന്ന വിധവയായി മാറിയ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയി താമസിച്ചു. മറ്റൊരു കുടുംബനാഥ കുടുംബത്തിൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും മറന്നുകൊണ്ട് ഒരു ഹോസ്റ്റലിൽ വന്ന് താമസിക്കുന്നു. എത്രയോ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായ അവസ്ഥ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമോരിസ് ലെറ്റീഷ്യയുടെ പ്രാധാന്യവും പ്രസക്തിയും അത് നൽകുന്ന പ്രചോദനം ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നത്. നാം പ്രത്യേകമായി ഇതിൽ കാണുക, ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ പറയുക, അക്കമ്പനിയിങ്, ഡിസേണിങ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് വീക്ക്നെസ്. അതായത് ഓരോ കുടുംബത്തിലോടും, പ്രത്യേകിച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തോടെ കൂടെ അനുയാത്ര ചെയ്യുക. അത് അജപാലന ശുശ്രൂഷയിൽ വൈദികരുടെയും മറ്റ് സമർപ്പിതരുടെയും കുടുംബ പ്രേക്ഷിതത്വത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയും എല്ലാം ഉത്തരവാദിത്തമാണ്. അവരോട് അനുയാത്ര ചെയ്യുക, ദമ്പതിമാരോടും മക്കളോടും ആ കുടുംബത്തോടൊപ്പം. അതോടൊപ്പം തന്നെ വിവേചിച്ചറിയുക, ഡിസേൺ, അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിവേചിച്ചറിയുക. മാത്രമല്ല അവരെ അതിൽ നിന്നും സമന്വയിപ്പിക്കുക. അതാണ് സിനഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രായോഗിക തലത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ തരിക. ഈ പ്രബോധന രേഖ അമോരിസ് ലെറ്റീഷ്യ, സ്നേഹത്തിൻ്റെ സന്തോഷം, ഉപസംഹരിക്കുക തിരുക്കുടുംബത്തോടുള്ള അതിസുന്ദരമായ ഒരു പ്രാർത്ഥനയോടെയാണ്. ഇന്നത്തെ ഈ വിചിന്തനവും നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തന്നെ സമാപിപ്പിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന ഈ പ്രാർത്ഥന ഇപ്രകാരമാണ്: ജീസസ്, മേരി ആൻഡ് ജോസഫ്, ഇൻ യു വി കോൺടെംപ്ലേറ്റ് ദ സ്പ്ലെൻഡർ ഓഫ് ട്രൂ ലവ്. യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രഭ മാതാവേ, യൗസപിതാവേ, യേശുവേ, നിങ്ങളിൽ ഞങ്ങൾ കാണുന്നു. ടു യു വി ടേൺ വിത്ത് ട്രസ്റ്റ്. നിങ്ങളിലേക്ക് ഞങ്ങളുടെ സർവ പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും സമർപ്പിക്കുന്നു. Holy Family of Nazareth, grant that our families too may be places of communion and prayer. നസ്രത്തിലെ തിരുക്കുടുംബമേ, ഞങ്ങളുടെയും കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും ധാരണയുടെയും പ്രാർത്ഥനയുടെയും വിളനിലങ്ങളായി മാറ്റുവാൻ സഹായിക്കണമേ. ഒതൻറ്റിക് സ്കൂൾസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ യഥാർത്ഥ പാഠശാലകളായി
ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. ആൻഡ് സ്മോൾ ഡൊമസ്റ്റിക് ചേർച്ചസ്, ഞങ്ങളുടെയും കുടുംബങ്ങളെ ചെറിയ പ്രാദേശിക സഭകളായി സ്നേഹം നിലനിൽക്കുന്ന ഇടങ്ങളായി മാറ്റണമേ. ഹോളി ഫാമിലി ഓഫ് നാസറത്ത്, മേ ഫാമിലീസ് നെവർ അഗൈൻ എക്സ്പീരിയൻസ് വയലൻസ്, റിജക്ഷൻ ആൻഡ് ഡിവിഷൻ. നസ്രത്തിലെ തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എതിർപ്പും പരസ്പരമുള്ള വൈരാഗ്യവും വിവേചനവും അനുഭവിക്കാതെ എന്നും ശാന്തതയിൽ നിലകൊള്ളുവാൻ അനുഗ്രഹിക്കണമേ. ഹോളി ഫാമിലി ഓഫ് നാസറത്ത്, മേക്ക് us once more mindful of the sacredness and inviolability of the family. നസ്രത്തിലെ തിരുക്കുടുംബമേ, ഞങ്ങളുടെയും കുടുംബങ്ങളെ ആ ദൈവിക പദ്ധതിയുടെ മനോഹാരിത മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. ജീസസ്, മേരി ആൻഡ് ജോസഫ്, graciously hear our prayer. യേശുവേ, പരിശുദ്ധ മാതാവേ, ഔസ്യപിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. പ്രിയമുള്ളവരെ, നസ്രത്തിലെ ആ കൊച്ചു കുടുംബം പോലെ സ്വർഗതുല്യമായ സന്തോഷത്തിൽ നമ്മുടെയും കുടുംബങ്ങൾ മാറ്റിയെടുക്കുവാൻ ഈ കൂട്ടായ്മയുടെ അനുഭവം, പരസ്പര ധാരണയുടെ അനുഭവം, പങ്കുവയ്പിൻ്റെ മനോഭാവം കാത്തുസൂക്ഷിക്കുവാൻ പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങൾ വിജയിക്കുന്ന കുടുംബങ്ങളായി മാറട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളായി, വേദികളായി മാറട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമോരിസ് ലെറ്റീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം, അതിനുള്ള പ്രചോദനമായി തീരട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.